ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നൽമൊഴികളിലേക്ക് ഏവർക്കും സ്വാഗതം. ന്യായവിധി എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 15 അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നാം ചിന്തിക്കുന്നത്. യെഹെസ്കേൽ 15 അധ്യായം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, കാട്ടിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു ചെടിയായിരിക്കുന്ന മുന്തിരിവള്ളിക്ക് മറ്റ് മരത്തേക്കാൾ എന്ത് വിശേഷതയുള്ളൂ? വല്ല പണിക്കും കൊള്ളിപ്പാൻ അതിൽ നിന്ന് മരം എടുക്കാമോ? വല്ല സാധനവും തൂക്കിയിടേണ്ടതിന് അതുകൊണ്ട് ഒരാണി ഉണ്ടാക്കാമോ? അതിനെ തീയ്ക്ക് ഇരയായി കൊടുക്കുന്നു. തീ അതിൻ്റെ രണ്ടറ്റവും ദഹിപ്പിച്ചിരിക്കുന്നു, അതിൻ്റെ നടുമുറിയും വെന്തിരിക്കുന്നു. ഇനി അത് വല്ല പണിക്കും കൊള്ളുമോ? അത് മുഴുവനായിരുന്നപ്പോൾ തന്നെ ഒരു പണിക്കും കൊള്ളാതിരുന്നു. തീ അതിനെ ദഹിപ്പിക്കുകയും അത് ദഹിച്ചു പോകുകയും ചെയ്ത ശേഷം വല്ല പണിക്കും കൊള്ളുമോ? അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: കാട്ടിലെ വൃക്ഷങ്ങളിൽ ഞാൻ തീക്കിരയാക്കി കൊടുത്ത മുന്തിരിവള്ളിയെപ്പോലെ ഞാൻ യെരൂശലേം നിവാസികളെയും ആക്കും. ഞാൻ അവർക്ക് വിരോധമായി മുഖം തിരിക്കും. അവർ തീയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു എങ്കിലും അവർ തീയ്ക്ക് ഇരയായിത്തീരും. ഞാൻ അവർക്ക് വിരോധമായി മുഖം തിരിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. അവർ ദ്രോഹം ചെയ്യുക കൊണ്ട് ഞാൻ ദേശത്തെ ശൂന്യമാക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യെഹെസ്കേൽ പ്രവാചകന്റെ കാലത്ത് യെരൂശലേമിനെ 2 പ്രാവശ്യം പല രാജാക്കന്മാർ ചേർന്ന് പിടിക്കുകയും അവിടുത്തെ ആളുകളെ ബാബിലോണിലേക്കും മറ്റും സ്ഥലം മാറ്റുകയും ചെയ്ത് കഴിഞ്ഞിരുന്നു. അവരുടെ പ്രവാസകാലത്ത് യെരൂശലേം നിവാസികളായിരുന്ന യഹൂദന്മാർക്ക് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം: ഞങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെങ്കിൽ ദൈവം എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ നിലനിൽക്കാത്തത്? ഇസ്രായേൽ മക്കൾ വിശ്വസിച്ചിരുന്നത് അവർ ദൈവത്തിൻ്റെ നല്ല മുന്തിരിവള്ളിയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവാസകാലം വേഗം കഴിയും, നിങ്ങൾ യെരൂശലേമിലേക്ക് മടങ്ങും എന്ന് വിളിച്ചു പറഞ്ഞ കള്ളപ്രവാചകന്മാരുടെ വാക്കുകളെ അവർ കേട്ടു. എന്നാൽ യെഹെസ്കേൽ പ്രവാചകനിലൂടെ ദൈവം പറയാൻ ആഗ്രഹിച്ച ദൂത് വേറെയായിരുന്നു. നാം വായിച്ച 15 അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ മുന്തിരിവള്ളിയുടെ പ്രത്യേകതയെക്കുറിച്ച് കാണുന്നു. ഇത് യെരൂശലേം നിവാസികളെക്കുറിച്ചുള്ള ഒരു ഉപമയാണ്. ഇവിടെ ദൈവം ചോദിക്കുകയാണ്: മുന്തിരിവള്ളി ഫലം കായ്ച്ചില്ല എങ്കിൽ എന്താണ് പ്രയോജനം? നമുക്കറിയാം, മറ്റ് വൃക്ഷങ്ങൾ തണലിനും തീ കത്തിക്കാനും വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കാനും മറ്റും ഉപയോഗിക്കുന്നു. എന്നാൽ മുന്തിരിവള്ളിയെക്കൊണ്ട് അങ്ങനെ പോലും ഒരു പ്രയോജനമില്ല. അതിനൊരു കാതലില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് വെന്ത് നശിച്ചു പോകും. ചുരുക്കി പറഞ്ഞാൽ ഒന്ന് വെള്ളം ചൂടാക്കുവാൻ പോലും പറ്റില്ല. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഉപമയുടെ അർത്ഥവും പരാമർശിച്ചിട്ടുണ്ട്. യെരൂശലേം നിവാസികളെ ഞാൻ തീക്കിരയാക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നാം ഓർക്കേണ്ട ഒരു കാര്യം, ഇസ്രായേൽ മക്കളെ ദൈവം വിളിക്കുന്നത് മറ്റ് ജാതികൾക്കും രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കും ഒരു മാതൃകയായി നിലനിൽക്കേണ്ടതിനാണ്. ചരിത്രം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്, മറ്റ് രാജ്യങ്ങളെ നോക്കി ഇസ്രായേൽ ജനം തെറ്റിപ്പോയി. വിഗ്രഹാരാധന ഇസ്രായേലിൽ കടന്നുകൂടി. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് അവർ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ചട്ടങ്ങളെയും പ്രമാണത്തെയും അവർ പിന്നെയും പിന്നെയും ത്യജിച്ചു കളഞ്ഞുകൊണ്ടിരുന്നു. 7ഉം 8ഉം വാക്യങ്ങൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ഞാൻ അവർക്ക് വിരോധമായി മുഖം തിരിക്കും. അവർ തീയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു എങ്കിലും അവർ തീക്കിരയായിത്തീരും. ഞാൻ അവർക്ക് വിരോധമായി മുഖം തിരിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. അവർ ദ്രോഹം ചെയ്യുക കൊണ്ട് ഞാൻ ദേശത്തെ ശൂന്യമാക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. മറ്റുള്ളവർ ഇസ്രായേലിൻ്റെ നന്മ കണ്ട് ദൈവത്തിലേക്ക് അടുക്കണം എന്നാണ് ദൈവം ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഇസ്രായേൽ ദൈവത്തിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിക്കായ്ക കൊണ്ട് ദൈവം യെരൂശലേമിനെ നശിപ്പിക്കും, തീയ്ക്ക് ഇരയാക്കും എന്ന് വളരെ വ്യക്തമായി യഹോവയായ ദൈവം അരുളിച്ചെയ്യുന്നു. ഞാൻ അവർക്ക് വിരോധമായി മുഖം തിരിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും എന്ന് ദൈവം പറയുന്നു.
അവർ ദ്രോഹം ചെയ്യുക കൊണ്ട് ഞാൻ ദേശത്തെ ശൂന്യമാക്കും എന്ന് യെരൂശലേമിനെക്കുറിച്ച് ദൈവം അരുളിച്ചെയ്യുന്നു. യഹോവയിൽ വസിക്കുന്നവർക്ക് മാത്രമേ യഹോവയുടെ ജനമായിത്തീരുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിക്കാത്ത ഏതു വ്യക്തിയും കുടുംബവും ദേശവും ദൈവത്തിൻ്റെ മഹത്വകരമായ രക്ഷയിലും നിത്യസന്തോഷത്തിലും പ്രവേശിക്കുകയില്ല എന്ന് ദൈവവചനം വളരെ ശക്തമായി നമ്മെ ഓർപ്പിക്കുന്നു. ദൈവത്തിനും ദൈവവചനത്തിനും യാതൊരു മാറ്റവും ഇല്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. യേശു പറയുന്നു, എന്നിൽ വസിക്കാതെ നിങ്ങൾക്കൊന്നും സാധിക്കുകയില്ല. ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും വിശ്വസ്തനാണ്. എന്നാൽ നാം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാതെ ദൈവിക മൂല്യങ്ങൾക്ക് വില കൊടുക്കാത്തവരായി ജീവിക്കുന്നുവെങ്കിൽ യെരൂശലേമിനെ ദഹിപ്പിച്ചതുപോലെ ദൈവം നമ്മയും ദഹിപ്പിച്ചു കളയും എന്ന് നാം മറന്നു പോകരുത്.